ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കൈവശം ഒരു പറക്കുന്തളിയുടെ വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ക്ലാരിറ്റി കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല. ആ വീഡിയോ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പറക്കുന്തളിയെ നിയന്ത്രിക്കുന്ന ആൾക്കാരെ വളരെയധികം വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഒരൊറ്റ വീഡിയോനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. 3 വർഷം കൊണ്ടെടുത്ത 23 വീഡിയോകളാണ് നമ്മുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. ഇത് നിസ്സാര കേസൊന്നുമല്ല. വർഷങ്ങളായിട്ട് ശാസ്ത്രലോകം ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഉത്തരം ഇവർക്ക് ആർക്കും തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? അതിന്റെ രൂപം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ടർക്കിയിലെ ഒരു കോസ്റ്റൽ വില്ലേജ് ആയ കുംബൂർ ഗസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. 2007-ലും 2009-നും ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഇതെല്ലാം നടക്കുന്നത്. കുംബൂർ ഗസ് എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ ടൗൺ ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മർമറ എന്ന് പറയുന്ന ഒരു കടലിന്റെ തീരത്താണ്. ഒരു വെക്കേഷൻ ടൗൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ 2007 വരെ ഈ ഒരു സ്ഥലം അധികം ഫേമസ് ഒന്നായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് പിന്നീട് ഫേമസ് ആയത് എന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. മർമറ എന്ന് പറയുന്ന ഈ ഒരു കടൽ തീരത്ത് വെച്ചിട്ടാണ് ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച ആ 23 പറക്കുന്തളിയുടെ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇവിടെ പറക്കുന്തളികളുടെ വീഡിയോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ മെയിൻ കംപ്ലൈന്റ് ആണ്, ഇത് ബ്ലർ ആയിട്ടുള്ള വീഡിയോ അല്ലേ, ഇതിൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ലല്ലോ, എന്തൊക്കെയോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, അതൊക്കെയല്ലേ കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളൊരു കോമൺ കംപ്ലൈന്റ് ആണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ വീഡിയോ അതിന് ഒരു എക്സെപ്ഷൻ ആണ്. കാരണം വളരെയധികം ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആണ് ഇത്. യൽചിൻ യൻമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ പ്രധാന ദൃക്സാക്ഷി. ഇദ്ദേഹം കുംബൂർ ഗസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന രാത്രി കാലത്ത് ഒരു സെക്യൂരിറ്റി ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്താ വെച്ചാൽ രാത്രി സമയങ്ങളിൽ അവിടെ കാവൽ നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സമയത്താണ് ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ കാണുന്നത്. അതോടൊപ്പം മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഫുട്ടേജ് ആണ് നമ്മുടെ കൈവശം ഉള്ളത്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഈ ഒരു സംഭവത്തെ ഇദ്ദേഹം ആദ്യം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ വളരെയധികം വിചിത്രമായിട്ടുള്ള നീക്കങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു സംശയമൊക്കെ തോന്നി തുടങ്ങിയത്. യാതൊരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കാണ്ട് പറന്നു നിൽക്കാൻ കഴിയുന്ന ഒരു സംഭവത്തെയാണ് ഇദ്ദേഹം കണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ഹെലികോപ്റ്ററിനോ ഒരു വിമാനത്തിനോ ചെയ്യാൻ കഴിയാത്ത പലതരത്തിലുള്ള നീക്കങ്ങൾ ഇത് ചെയ്തു വരുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം ഒരൊറ്റ ദിവസം കണ്ട കാര്യങ്ങളല്ല. ഒരുപാടധികം ദിവസങ്ങളായിട്ട് ഇദ്ദേഹം ഇതേ സംഭവം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചധികം ദിവസങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അതിനെ ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ഒരു ഹൈ ഡെഫിനിഷൻ ക്യാം കോഡർ ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ റെക്കോർഡ് ചെയ്തു. നമ്മുടെ കൈവശം കൺസ്യൂമർ ലെവലിലുള്ള നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറാസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് നമുക്ക് ഇതുവരെയായിട്ടും ഒരു പറക്കുന്തളിയുടെ വീഡിയോ എടുക്കാൻ കഴിയാത്തത് എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ശരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ ആദ്യം കണ്ടപ്പോൾ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യുകയല്ല ചെയ്തത്. പല പല രാത്രികളായി ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ കാണുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇദ്ദേഹത്തെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, ഇതേപോലുള്ള സൈറ്റിങ്ങളല്ല ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു സംഭവത്തിനെ റിയലൈസ് ചെയ്ത് വരുമ്പോഴേക്കും അത് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവാം. ഓരോ വ്യക്തികളും ഇത്തരം കാഴ്ചകളോട് റിയാക്ട് ചെയ്യുന്ന രീതി വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു സംഭവത്തിന്റെ ആ ഒരു വീഡിയോസ് ഒന്നും നമുക്ക് അധികം അങ്ങനെ കാണാൻ കഴിയാത്തത്. അതോടൊപ്പം AI എന്ന് പറയുന്ന ഒരു സംഭവം മെയിൻ സ്ട്രീം ആയ പിന്നെ റിയൽ ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് ഒരു കാര്യം കാണാൻ പറ്റും. അതായത് മർമറ എന്ന് പറയുന്ന ആ ഒരു കടലിന്റെ മുകളില് എന്തോ മെറ്റാലിക് ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ഡിസ്ക് ഷേപ്പുള്ള മെറ്റാലിക് കളറുള്ള ഒരു ഒബ്ജക്റ്റ് പറന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് രാത്രി സമയത്താണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും കൂടിയാണ്. അതുകൊണ്ട് ഈ ക്യാമറയുടെ അക്കാലത്ത് ആ ഒരു സെൻസർ ഉപയോഗിച്ച് ഈ ഒരു സംഗതിയെ വളരെയധികം ക്ലാരിറ്റിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു സംശയമാണ്, ഇത് മിക്കവാറും ചന്ദ്രനായിക്കൂടെ എന്നുള്ളത്. എന്നാൽ ഇദ്ദേഹം ഇതേ കാര്യം ചിന്തിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഇദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ചന്ദ്രനെയും കൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോ ഇത് ചന്ദ്രനല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പായി. UFO അല്ലെങ്കിൽ പറക്കുന്തളി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ടിപ്പിക്കൽ ഷേപ്പില്ലേ, അതായത് ഒരു ഫ്ലൈയിങ് സോസർ എന്ന് പറയുന്ന നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന ആ ഒരു രൂപമില്ലേ,
അതിന്റെ ആ ഒരു ഡെഫിനിഷൻ, അതിന്റെ ആ ഒരു ഷേപ്പ് വളരെയധികം കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോസിലൂടെ കാണാൻ കഴിയും. പക്ഷേ ഇത് നല്ലൊരു ഏറ്റവും വലിയ കാര്യം, ഈ വീഡിയോ പുറത്തു വിട്ടേ പിന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവത്തെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അധികം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി വരുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോ ഇതിനെ സൂം ചെയ്ത് നോക്കുമ്പോണ്ട് ഈ പറക്കുന്നടിയുടെ അകത്ത് ആരൊക്കെയോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് അനലൈസ് ചെയ്തത് സീരിയസ് UFO ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവർ ടർക്കിയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പറക്കുന്നടിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പറക്കുന്നടിയെ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലായിരുന്നു. വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ളതും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരും അടങ്ങിയിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും ഇത്. ആദ്യം ഈ 23 വീഡിയോസും ഇവരുടെ കൈവശം കിട്ടിയ പിന്നെ ഇവർ നല്ല രീതിയിൽ അനലൈസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു സംഭവം ജെനുവിൻ ആണ് എന്ന് മനസ്സിലായിട്ട് മാത്രമാണ് ഇവരെല്ലാവരും ഈ ഒരു സംഭവത്തെ പുറത്തേക്ക് വിടുന്നത്. അതല്ലാതെ ഇത്തരം വീഡിയോസ് കണ്ട ഉടനെ തന്നെ അത് പബ്ലിക്കിലേക്ക് പുറത്ത് വിട്ടതല്ല. ഇത് പുറത്തു വിട്ടേ പിന്നെ ഇത് വളരെയധികം വൈറലായി പോയ ഒരു വീഡിയോ കൂടിയാണ്. ഒരു പക്ഷെ നമ്മൾ ആരും ഇതിനെപ്പറ്റി കേട്ട് കാണാൻ വഴിയില്ല, പക്ഷെ ഇത് നല്ല രീതിയിൽ ഫേമസ് ആയി പോയ ഒരു സംഭവമാണ്. ഇവിടെ ഈ പറക്കുന്നളിയെ കണ്ടിരിക്കുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ മാത്രമല്ലായിരുന്നു, അവിടെ ചുറ്റുപാടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തെ പല രാത്രികളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് പ്രത്യേകിച്ച് ഒരു അനോമലി അല്ലെന്ന് തോന്നിയിട്ടായിരിക്കാം അവരാരും ഇതങ്ങനെ പുറത്തേക്ക് ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു സമയത്ത്, അതായത് ഈ ഒരു സംഗതി വൈറലായി പോയതിന് മുമ്പേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള വിറ്റ്നസസിനെ മാറ്റി നിർത്തി ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവരും പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതേ സംഭവം തന്നെയാണ്. പക്ഷെ മറ്റുള്ള ദൃക്സാക്ഷികൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അധികം ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോകും, പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് വരും, ഇത് വളരെയധികം റാൻഡം ആയിട്ട് നീങ്ങുന്നുണ്ട്, അതിന്റെ മൂവ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ പറയുന്നതിൽ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റുള്ള ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇത് ഒരു ചെറിയ കാലയളവിൽ നടന്നുപോയ ഒരു സംഭവമാണെങ്കിൽ നമുക്ക് പിന്നെയും പോട്ടെ നോക്കാം. ഇത് 3 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഇനിയാണ് കാര്യങ്ങളുടെ ഗൗരവം കൂടി വരുന്നത്. അതായത് ഈ ഒരു സംഭവം പബ്ലിക്കായ പിന്നെ ടർക്കിയിലുള്ള ലീഡിംഗ് സയന്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ ഈ ഒരു സംഭവത്തെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചു വന്നു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഇത് ഒരു ഹോബിസ്റ്റ് ആയിട്ടുള്ള UFO കമ്മ്യൂണിറ്റി അല്ല, ഇത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ അടിയിൽ വരുന്ന ഒരു സയന്റിഫിക് ബോഡിയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഇവർ നടത്തി വന്ന ആ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഇവർ ഒരുപാടധികം കാര്യങ്ങൾ ഡീബങ്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് CJ ആണോ, അത് ആനിമേഷൻ എന്തെങ്കിലും ആണോ, അതോ ആരെങ്കിലും മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങളാണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ വർഷങ്ങൾ നീണ്ടുന്ന ഇൻവെസ്റ്റിഗേഷന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഫുട്ടേജ് ആണെന്നുള്ളതാണ്. ഇവിടെ കുറെ ചോദ്യങ്ങളാണ് ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതായത് ഇത് എങ്ങനെയാണ് പറക്കുന്നത്? ശബ്ദമില്ലാണ്ട് എങ്ങനെയാണ് ഒരു വസ്തുക്ക് 2007 പറക്കാൻ കഴിയുന്നത്? ഇതിപ്പോ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് പറയാവുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്, അത് പറക്കുന്ന ഹൈറ്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതല്ല, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ബോഡിക്ക് ഇത്ര അധികം സ്റ്റേബിൾ ആയിട്ട് എയറിൽ നിൽക്കാൻ കഴിയുന്നത്? അപ്പോ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളാണ് ഇവർ ആൻസർ ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഒന്നിനും ഇവർക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സംഗതി നിങ്ങൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഡിജിറ്റലി സൂം ചെയ്യുകയാണെങ്കിൽ അതിന്റെ അകത്ത് കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇത് മനുഷ്യരാണോ അതോ അന്യഗ്രഹ ജീവിയാണ്, ഇപ്പൊ ഈ പറഞ്ഞ ഏലിയൻസ് ആണോ, ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ പൊങ്ങി വരുമ്പോൾ ഗവൺമെന്റ് റിയാക്ട് ചെയ്യുന്നത് ഇത് ഒരു മിലിറ്ററി എക്യുപ്മെന്റ് ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ജനങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഭീതി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇതെന്താണെന്ന് അവർക്ക് അറിയില്ലതും ഇത് റിയൽ ആയിട്ടുള്ള ഫുട്ടേജുമാണ് എന്നാണ് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് പുറത്തേക്ക് വന്ന് പറയുന്നത്. 2026 അമേരിക്കൻ ഗവൺമെന്റ് പുറത്തു വിട്ടിരിക്കുന്ന പറക്കുന്നവരുടെ വീഡിയോസും ഫുട്ടേജസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോ അതിലൂടെ അവർ പറയുന്ന അതേ കേസ് തന്നെ, അതായത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതേ കാര്യം തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗവൺമെന്റ് പുറത്തുവിട്ടത്. ഓക്കെ, നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ് നമ്മുടെ കൈവശം ഒരു പറക്കുന്നവരുടെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഫുട്ടേജസ് കിട്ടിയിട്ടുണ്ട്, അത് റിയൽ ആണ് എന്ന് വന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം അതിനോട് റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ഈ ലോകത്തിലുള്ള മറ്റുള്ള UFO റിസർച്ച് കമ്മ്യൂണിറ്റി എല്ലാം ഈ ഒരു സംഭവത്തെ നോക്കി കാണുന്നത്? ഇത് ഒരു കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്.
ഡോക്ടർ റോജർ ലെയർ എന്ന് പറയുന്ന ഒരു UFO റിസർച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു കേസിനെ പറ്റി അറിയുകയുണ്ടായി. ഇദ്ദേഹം ഒരു ഡോക്ടറുമാണ്, അതോടൊപ്പം തന്നെ ഒരു വെൽ നോൺ ആയിട്ടുള്ള UFO റിസർച്ചറും കൂടിയാണ്. ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ പറ്റി കേട്ട ഉടനെ തന്നെ ഫ്ലൈറ്റ് എടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ആ ഒരു സംഭവത്തെ കണ്ടതും കൂടിയാണ്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം ആ ഒരു സെക്യൂരിറ്റിയുടെ കൂടെ നിന്ന് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ക്യാമറ ഉപയോഗിച്ച് ആ ഒരു സംഭവത്തിന്റെ വീഡിയോ ഇദ്ദേഹം പേഴ്സണൽ ആയിട്ട് എടുത്തു എന്നുള്ളതാണ് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതും ഇതുപോലുള്ള വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ നേരിട്ട് കണ്ട ഒരു കേസും കൂടിയാണ്. അതോടൊപ്പം ഇത് ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസും കൂടി ആയതുകൊണ്ടും ഇത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നേരിട്ടൊരു കേസും കൂടി ആയതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ഇതാണ് ഈ ഒരു കേസ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട ഒരു പറക്കുനള്ളിയുടെ കേസ് കൂടിയാണ് ഇത്. ഇത്തരത്തിലുള്ള ജെനുവിൻ കേസസ് ഉണ്ടെങ്കിലും ഒരു സ്കെപ്റ്റിക്കൽ കണ്ണിലൂടെ നോക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടായിരിക്കും. നിങ്ങൾ ഗൂഗിളിൽ ഫാറ്റ മൊർഗാന എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഫാറ്റ മൊർഗാന എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനൻ ആണ്. നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ കപ്പൽ പറന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനും കഴിയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവരും കാണുന്നത് പ്രകാശത്തെ അല്ലെങ്കിൽ റിഫ്ലക്ഷനെ മാത്രമാണ്. അപ്പോ ഈ ബോട്ടിൽ നിന്ന് വരുന്ന ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലൂടെ പാസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ഈ ലൈറ്റ് ചെറുതായിട്ട് ബെൻഡ് ആവും, അതായത് ഇങ്ങനെ വളയും. അപ്പോ നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോട്ട് എയറിൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ് എന്ന് ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത്തരത്തില് ഒരു കപ്പൽ ഉണ്ടായിരുന്നു. അപ്പോ ആ കപ്പലില് നല്ല രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെ രാത്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു രൂപമായിട്ട് നമുക്ക് ഇവിടെ കാണാനും കഴിയും. ഒരു സ്കെപ്റ്റിക്കിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറയുടെ ഡിജിറ്റൽ സൂം കൂടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ തോന്നും. അപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ലോജിക്കലി അല്ലെങ്കിൽ ആ ഒരു കണ്ണിലൂടെ ആലോചിക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ. പിന്നെയുള്ള വേറെ ചോദ്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ അകത്ത് കണ്ടുവരുന്ന ആ മനുഷ്യരാരാണ്? അപ്പോൾ അതിന് നമുക്ക് ചെറിയ വേറൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ ഇല്ലേ, അത് പാറ്റേണുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെയധികം കഴിവുള്ള ഒരു സംഭവമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ഒരു ചിത്രം നമ്മൾ ആദ്യമായിട്ട് ചൊവ്വയിലേക്ക് ഒരു ഉപഗ്രഹത്തെ അയച്ചപ്പോൾ അതെടുത്ത ഒരു ഫോട്ടോ ആണ്. അപ്പോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ മുഖം വളരെയധികം വ്യക്തമായിട്ട് ഈ ഫോട്ടോയിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ആ കാലത്ത് വളരെയധികം വൈറലായി പോയ ഒരു സംഭവമാണ്. അതായത് ചൊവ്വയിൽ അന്യഗ്രഹ ജീവികളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്ത് വെച്ചെടുത്ത വേറൊരു ഫോട്ടോഗ്രാഫാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഫോട്ടോ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെ നമുക്കൊരു തലയിലൊന്നും കാണാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് പാറ്റേണുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ വളരെയധികം കഴിവുണ്ട്. എവിടെ നോക്കിയാലും ഒരു പാറ്റേണിനെ കണ്ടെത്താനാണ് നമ്മുടെ തലച്ചോറ് എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ടാണ് ഒട്ടുമിക്ക സമയത്ത് നമ്മൾ മേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പല പല രൂപങ്ങളും കാണാൻ കഴിയുന്നത്. എന്നാൽ മനുഷ്യരുടെ തലച്ചോറിന്റെ ഈ ഒരു കുഴപ്പമില്ലേ, അതായിരിക്കാം ചിലപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു രൂപങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഫാറ്റ മൊർഗാന എന്ന് പറയുന്ന ഈ ഒരു ചിത്രവും നിങ്ങൾ അടുത്തടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറെ സാദൃശ്യങ്ങൾ ഇവർ തമ്മിൽ കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സ്കെപ്റ്റിക്കിന്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ അവിടെയാണ് വേറൊരു കുഴപ്പം കിടക്കുന്നത്. ഇത് വെറും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് പോലും അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത്? ഇത് നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് വളരെയധികം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് അത് ചെയ്തുകൂടാ? അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാണ്ടിരിക്കില്ല. അതും ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള പെന്റഗൺ UFO ഫയൽസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇതുപോലത്തെ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് കസഖിസ്ഥാനിലെ എയർപോർട്ടിൽ വെച്ചെടുത്ത ഒരു പറക്കുനള്ളിയുടെ വീഡിയോ ആണ്.
ഇത് ഒഫീഷ്യലായിട്ട് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തുവിട്ട ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഗതികളൊക്കെ ഇപ്പോൾ റിലീസായി വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ടോപ്പിക് ഇപ്പോൾ ഈ ഒരു ചാനലിലൂടെ വന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യക്തി കമന്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഫാറ്റ മോർഗാന ആണ് എന്നാണ് ശരിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന് ഒരുപാടധികം റീസൺസ് ഉണ്ട്. ഇതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഞാനൊരു വീഡിയോ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോയിലൂടെ ഈ ഒരു സംഭവത്തെ പറ്റി നല്ല രീതിയിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇന്ന് കയറി കണ്ടാൽ മതി. വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ അല്ലേ അത് പ്രസന്റ് ചെയ്യുന്നത് ഒരു എക്സ് മിലിറ്ററി ഫൈറ്റർ പൈലറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഒരുപാടധികം പറക്കുന്നവരുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ മിക്കവാറും അടുത്ത വീഡിയോ അതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.